ഹായ് എവരിവൺ. അപ്പം നമുക്ക് തേർഡ് യൂണിറ്റ് നോക്കാം, ഫോർത്ത് ബ്ലോക്കിലെ. സോ ഇതിലും മെയിനായിട്ട് എന്താണ്, നമ്മുടെ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, ഇന്ന് നമ്മൾ വൈഡായിട്ടും യൂസ് ചെയ്യുന്നൊരു ടേമാണ് മീഡിയ എന്ന് പറയുന്നത്. സോ അതൊരു മേജർ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഒരു അംബ്രല്ല ടൈമാണ് ന്യൂ മീഡിയ എന്ന് പറയുന്നത്. അതിലും ഡിജിറ്റലൈസ്ഡ് വേർഷൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു അംബ്രല്ല ടേമാണ്. മാത്രമല്ല, സോഷ്യൽ മീഡിയ നമ്മൾ ഇന്ന് എല്ലാവരും ആക്സസ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ അതിൻ്റെ അകത്തുള്ള ഒതൻറ്റിസിറ്റി, ലിംഗ്വിസ്റ്റിക് എറേഴ്സ്, പിന്നെ അതിലുള്ള ലോസ്, പിന്നെ എന്താണ് മിസ്യൂസ്, ഹാക്കിങ്ങും കാര്യങ്ങളുമാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയുടെ ഗോൾസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റീസ് എന്തൊക്കെ രീതിയിലാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇൻട്രാക്ടിവിറ്റി, കൺവേർജൻസ്, ആക്സസിബിലിറ്റി, ഓഡിയൻസ് പവർ. സോ ഇതെല്ലാം എന്താണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെ ഒരു ഫീച്ചേഴ്സ് ആണ്. പിന്നെ വേരിയസ് ടൈപ്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കൊടുത്തിട്ടുണ്ട്. ബ്ലോഗ്സ്, സോഷ്യൽ നോളജിന് വേണ്ടിയിട്ട്, പിന്നെ കണ്ടന്റ് കമ്മ്യൂണിറ്റീസ്, മൈക്രോ നെറ്റ്വർക്ക്സ്, നമ്മുടെ മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ട്വിറ്റർ, തന്നെ ഇൻസ്റ്റൻറ്റ് മെസ്സഞ്ചേഴ്സ്, സോഷ്യൽ നെറ്റ്വർക്ക്സ്. സോ സോഷ്യൽ മീഡിയ എങ്ങനെയൊക്കെയാണ് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോംസും ഗ്രൂപ്പ്സും കാര്യങ്ങളും. ഇൻട്രാക്ടിവിറ്റി, അത്രയും എന്താണ് പരസ്പരം അത്രയും നല്ല രീതിയിൽ കുറച്ചും കൂടെ കമ്മ്യൂണിക്കേഷൻ ഫോസ്റ്റർ ചെയ്യുന്ന ഒരു എലമെൻ്റാണ് ന്യൂ മീഡിയ എന്ന് പറയുന്നത്. സോ കൂടുതലായിട്ടും എന്താണ് നമുക്ക് ഇൻട്രാക്ഷൻസ് പോസിബിൾ ആണ്. പഴയ കാലത്ത് നിന്നും എന്താണ് ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ കുറച്ചും കൂടെ എന്താണ് നമുക്ക് ഓരോ പ്രോഗ്രാംസിലാണെങ്കിലും ഓൺലൈനായിട്ട് ആണെങ്കിലും നമുക്ക് അത്രയും ഇൻട്രാക്ടിവിറ്റി കൂടുതലാണ്. ദെൻ കൺവേർജൻസ്. സോ ഒരു ഡിവൈസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തെല്ലാം മീഡിയാസ് അക്സസ് ചെയ്യാൻ പറ്റും, ഓഡിയോ ഫയൽസ്, വീഡിയോ ഫയൽസ്, പിന്നെ അതുപോലെ തന്നെ കോൾ ചെയ്യാൻ പറ്റും, മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റും, മ്യൂസിക് കേൾക്കാൻ പറ്റും, വീഡിയോസ് കാണാൻ പറ്റും, എന്തെല്ലാം പ്രോഗ്രാംസ് കാണാൻ പറ്റും. സോ അത്രയും ഒരു ഒന്നുചേരലുകളാണ്, ഇത്രയും ഫങ്ഷൻസിൻ്റെ ഒരു ഒന്നുചേരലുകൾ എന്താണ് ഈ ഒരു ന്യൂ മീഡിയ കൊണ്ട് പോസിബിൾ ആണ്. പിന്നെ ഇ റീഡിങ് വരെ ഇന്ന് പോസിബിൾ ആണ്. സോ അത്രയും ഒരു കൺവേർജൻസ് എന്താണ് ന്യൂ മീഡിയയുടെ സ്പെഷ്യാലിറ്റിയാണ്. ദെൻ ആക്സസിബിലിറ്റി, ലോകത്ത് എവിടെയുമുള്ള എന്തൊക്കെ ഇൻഫോർമേഷൻസ് എന്താണ് നമുക്ക് അത്രയും ലോ കോസ്റ്റിൽ, നമുക്ക് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ അത്രയും ലോ കോസ്റ്റിൽ നമുക്ക് എന്താണ് അത് ആക്സസ് ചെയ്യാൻ സാധിക്കും. ദെൻ ഓഡിയൻസ് പവർ. സോ ഈ യൂസേഴ്സ് എന്ന് പറയുന്ന ടേം എന്താണ് ന്യൂ മീഡിയയിൽ അത്രയും യോജിച്ച ഒരു ടേമാണ്. സോ യൂസേഴ്സ് പവർ എന്താണ് ഒരു മീഡിയയിൽ അത്രയും വലിയ സ്വാധീനമാണ് ചെലുത്തിയിരിക്കുന്നത്. സോ എന്താണ് നമുക്ക് ഒരുപാട് യൂസർ ഇൻട്രാക്റ്റഡ് കണ്ടൻറ്റും യൂസർ ഇൻട്രാക്ടിവിറ്റിയും ഒക്കെ എന്താണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടുതലാണ്. സോ അത്രയും ഒരു വലിയൊരു റോള് തന്നെ നമ്മുടെ ലൈഫിൽ എന്താണ് സോഷ്യൽ മീഡിയ എന്ന് ഡീൽ ചെയ്യുന്നുണ്ട്. അഥവാ ന്യൂ മീഡിയ എന്താണ് അത്രയും വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ് നമ്മുടെയൊക്കെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ എന്താണ് ഒതൻറ്റിസിറ്റി ഓഫ് ന്യൂ മീഡിയ, നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ എന്താണ് വിശ്വസ്തത. ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ എന്താണ് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിലും അതിനൊപ്പം എന്താണ് ദോഷവശങ്ങളും ഉണ്ട്. അതിൽ ഒരു മെയിനായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ഒതൻറ്റിസിറ്റി എന്ന് പറയുന്നത്, ഒരു വിശ്വസ്തത. ഈ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന കണ്ടന്റുകൾ എപ്പോഴും ശരിയായിരിക്കണം എന്നില്ല. നമ്മൾ തന്നെ ഫേക്ക് ന്യൂസ്, റിയൽ ന്യൂസ് ഏതാണെന്ന് വരെ കൺഫ്യൂസ്ഡ് ആയി പോകാറുണ്ട്. സോ അത് തന്നെയാണ് ഈ ഒതൻറ്റിസിറ്റിയിൽ വരുന്ന മെയിനായിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, ആളുകളെ കുറിച്ചിട്ടാണെങ്കിലും വ്യക്തികളെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു അസോസിയേഷനെ ആണെങ്കിലും ഒരു ബിസിനസ് അസോസിയേഷൻ ആണെങ്കിൽ പോലും എന്താണ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇൻഫോർമേഷൻസും കാര്യങ്ങളും വൈഡ് സ്പ്രെഡായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. സോ ഒരു ന്യൂസിൻ്റെ ആണെങ്കിലും ക്രെഡിബിലിറ്റി പോലും അറിയാതിരിക്കും നമ്മൾ ഷെയർ ചെയ്ത് പോകുന്നത്. അത് അത്രയും റാപ്പിഡ് ആയതുകൊണ്ട് പല പല ഗ്രൂപ്പ്സിലേക്ക് അല്ലെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റീസിലേക്ക് അത്രയും സ്പീഡിലാണ് ആ ഷെയറിങ് നടക്കുന്നത്. സോ എന്താണ് മാനിപ്പുലേഷൻസ് ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ എന്താണ് കൺവെൻഷണൽ ഫോംസ്, നമ്മുടെ ഓൾഡ് ഫോംസിൽ എന്താണ് ന്യൂസ് പേപ്പേഴ്സിലാണെങ്കിലും റേഡിയോ ആണെങ്കിലും ടി വി ചാനൽസിലാണെങ്കിലും എന്താണ് എഡിറ്റോറിയൽ ബോഡീസും കാര്യങ്ങളുണ്ട്. അതെല്ലാം പരിശോധിച്ച് അതൊക്കെ ക്രെഡിബിൾ ആണോ, സത്യസന്ധമായിട്ടുള്ള വാർത്തകളാണോ എന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യാനുള്ള എഡിറ്റോറിയൽ ബോർഡ് പ്രത്യേകം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ എന്താണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും അതില്ല. കാര്യം വെച്ചാൽ വ്യക്തികളായിരിക്കും മേ ബി എന്താണ് ആ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. സോ അത്രയും എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസ് കാര്യങ്ങളും. അത്രയും എന്താണ് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടായിരിക്കും അത് പോകുന്നത്. ചിലപ്പം മേ ബി എന്താണ് അതൊരു ഫേക്ക് ന്യൂസ് ആവാം. സോ അത് ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് അതെന്ന് പറയുന്നത്. പിന്നെ ഇത്രയും ഇൻഫോർമേഷൻസ് വന്ന് കുന്നുകൂടുന്ന ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഭാഷാപരമായിട്ടുള്ള തെറ്റുകൾ വരാനും ചാൻസ് ഉണ്ട്. സോ ലാംഗ്വേജിലും എന്താണ് ഒരുപാട് ലിംഗ്വിസ്റ്റിക് എറേഴ്സ് അഥവാ വരാൻ ചാൻസ് ഉണ്ട്. സോ എന്തൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ലിംഗ്വിസ്റ്റിക് എറേഴ്സ്, നമ്മുടെ ടോണിൽ വരാറുണ്ട്, വാക്കുകളിൽ വരാറുണ്ട്, ആ ഒരു എന്താണ് ഫ്ലുവൻസിയിൽ വരാറുണ്ട്. സോ ഒരു ടെക്സ്റ്റൈലായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലും ഒരുപാട് എറേഴ്സും കാര്യങ്ങളും വരാറുണ്ട്. സോ എന്തൊക്കെയാണ് കോമൺ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന എറേഴ്സ്, സെൻറ്റൻസ് സ്റ്റാർട്ടേഴ്സ് ആൻഡ് എൻഡിങ്സ്. സോ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതും
സെൻറ്റൻസ് സ്റ്റാർട്ടേഴ്സും എൻഡേഴ്സും എന്താണ് അതിലും ഒരുപാട് മിസ്റ്റേക്സ് ലിംഗ്വിസ്റ്റിക് എറേഴ്സും കാണാൻ സാധിക്കുന്നുണ്ട്. റൈറ്റിങ്സ് എന്താണ് നമ്മുടെ ബേസിക് റൂൾസിനെ വയലേറ്റ് ചെയ്യുന്ന റൈറ്റിങ്സ്, ഇംഗ്ലീഷിൻ്റെ ബേസിക് റൂൾസിന്. നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിൽ ചില നിയമങ്ങളുണ്ട് ഗ്രാമാറ്റിക്കലായിട്ട്, ക്യാപിറ്റലൈസേഷൻ്റെ ആണെങ്കിലും പങ്ക്ച്വേഷൻ്റെ ആണെങ്കിലും. സോ അതൊക്കെ എന്താണ്, അതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യണം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എന്താണ്, ആ ഒരു ഗ്രാമാറ്റിക്കൽ എറേഴ്സ് കണ്ടുവരുന്നുണ്ട്. ദെൻ എന്താണ് അപ്പോസ്ട്രോഫീസ് യൂസ് ചെയ്യുന്നത്, ഈ വേർഡ്സ് എന്താണ് പ്ലൂറൽ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോസ്ട്രോഫീസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നത്. സോ അതും ഒരു മിസ്കൺസെപ്ഷനാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ദെൻ എന്താണ് ടു ആൻഡ് ടു, രണ്ട് വേർഡ്സ് ആണ്, TO2ഉം TOO2ഉം. സോ ടു എന്താണ് ഒരു പ്രൊപ്പോസിഷനാണ്, പക്ഷേ ടു എന്താണ് നമ്മൾ ടു മച്ച് എന്നുള്ള രീതിയിൽ ഒരു ആഡ്വർബായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഒരുപാടായിട്ട് അധികമായി പോയി അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ളൊരു പ്രവൃത്തിയെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് TOO എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രണ്ട് വേർഡ്സ് ആണ് ഇറ്റ്സും പിന്നെന്താണ് IT അപ്പോസ്ട്രോഫി എസ് എന്ന് പറയുന്നത്, ഇറ്റ്സും. സോ അത് രണ്ട് പ്രൊനൗൺസ് ചെയ്യുന്ന സെയിം ആണെങ്കിൽ ഡിഫറെൻറ്റ് മീനിങ്സ് ആണ്. ഇറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, സോ അതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയുവാണ്, സോ അതൊരു അങ്ങനെയാണ്, അതൊരു ഇങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇറ്റ് അപ്പോസ്ട്രോഫി എസ് വരുമ്പോൾ അതൊരു പൊസഷനാണ് കാണിക്കുന്നത്. ഇറ്റ് എന്ന് പറയുന്ന ആ ഒരു തിങ്ങാവും അല്ലെങ്കിൽ എന്താണ് ആ ഒരു തിങ്ങിനെ നമ്മൾ സൂചിപ്പിക്കാനാണ് ഇറ്റ് എന്ന് യൂസ് ചെയ്യുന്നത്. തേർഡ് പേഴ്സൺ ആണല്ലോ ഇറ്റ്, അതെന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഒരു ആനിമൽ ആയിരിക്കാം, ബേർഡ് ആയിരിക്കാം, ഇറ്റ് സൗണ്ട്. സോ പ്രത്യേകം ഒരു ആനിമലിൻ്റെ സൗണ്ടിന് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. സോ തേർഡ് പേഴ്സൺ സിംഗുലർ പ്രൊനൗൺ ആണ് ആ ഒരു ഇറ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു പൊസസീവ് ടോണ്, അതിൻ്റെ ആണ്. ഇറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു പ്രത്യേക അതിൻ്റെ ആണ് എന്നുള്ളൊരു ആ ഒരു പൊസഷൻ കാണിക്കാനാണ്, ഒരു ഉടമസ്ഥാവകാശം കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അത് രണ്ടും അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് വേർഡ്സ് ആണ്. ദെൻ യുവർ ആൻഡ് യു അപ്പോസ്ട്രോഫി RE എന്ന് പറയുന്നത്. സോ യു അപ്പോസ്ട്രോഫി RE എന്തുവാ, യു ആർ. സോ നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. പക്ഷേ യുവർ എന്ന് പറയുന്നത് നിൻ്റെ, അതൊരു പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇറ്റ്സ് പറഞ്ഞതുപോലെ IT അപ്പോസ്ട്രോഫി എസ് പറഞ്ഞ പോലെ എന്താണ് യുവർ നിൻ്റെ എന്ന് യൂസ് ചെയ്യാൻ. ദെൻ ആൻഡ് ദാൻ എന്ന് പറയുന്നത് അത് രണ്ടും എന്താണ് സിമിലർ ആയിട്ട് തോന്നുമെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ആണ്. കീ ഡിഫറൻസ് എന്താണ്, ദാൻ എന്ന് പറയുന്നൊരു കൺജങ്ഷൻ ആണ്, ദെൻ എന്ന് പറയുന്നൊരു ആഡ്വർബാണ്. ദെൻ ഐ ആൻഡ് മീ അതൊരു നോമിനേറ്റീവ് പ്രോനൗൺ ആണ് ഐ എന്ന് പറയുന്നത്. മീ എന്ന് പറയുമ്പോൾ എന്താണ്, അതെന്താണ് ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ് മീ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ലാറ്റിൻ ഫ്രേസ് ആയിട്ടുള്ള I.E.യും E.G എന്ന് പറയുന്നത്. I.E എന്താണ് ഇഡ് എസ്റ്റ് എന്ന് വരും ലാറ്റിൻ ഫ്രേസ്. അതിൻ്റെ മീനിങ് എന്താണ്, ദാറ്റ് ഈസ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടും സ്ഥാപിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു വേർഡാണ്. പക്ഷേ E.G എന്താണ് നമ്മൾ എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ എന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു വേർഡാണ്. പിന്നെന്താണ് E.D എന്ന് പറയുന്നതും ഒരു ലാറ്റിൻ ഫ്രേസ് ആയിട്ടുള്ള എക്സംബ്ലി ഗ്രേഷ്യ. സോ E.Gയുടെ ഫുൾ ഫോം എന്താണ്, എക്സംബ്ലി ഗ്രേഷ്യ, അഥവാ അതിൻ്റെ മീനിങ് എന്താണ് ഫോർ എക്സാമ്പിൾ എന്നാണ്. പിന്നെ എലോട്ടും എലോട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു കോമൺ മിസ്പെല്ലിംഗ് ആണ്. എലോട്ടിന് പകരം ഒരു മിസ്ഇൻ്റർപ്രിറ്റേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എലോട്ട് എന്ന് പറയുന്നത്. സോ കൊടുത്തിട്ട് നമ്മൾ എന്തായാലും ഒരു സ്പേസ് ഇട്ടിട്ട് വേണം ലോട്ട് വരാൻ. ഒരുപാട് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ലാർജ് എമൗണ്ട് ഉണ്ടെന്ന് സൂചിപ്പിക്കാനാണ് അത് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് എപ്പോഴും മിസ്പെല്ല് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. സോ ലോട്ട് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഇട്ടിട്ട് നമ്മൾ സ്പേസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ എന്താണ് സൈബർ ലോ, ഇറ്റ് റെഫേഴ്സ് ടു എനി ലോ ദാറ്റ് അപ്ലൈസ് ടു ദ ഇൻ്റർനെറ്റ് ആൻഡ് ഇൻ്റർനെറ്റ് റിലേറ്റഡ് ടെക്നോളജീസ്. നമ്മുടെ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധമുള്ള സാങ്കേതിക വിദ്യകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ തന്നെയാണ് സൈബർ ലോസ് എന്ന് പറയുന്നത്. മെയിൻലി റിലേറ്റഡ് ടു എനി ലോ ദാറ്റ് അപ്ലൈസ് ടു ദ ഇൻ്റർനെറ്റ് ആൻഡ് ഇൻ്റർനെറ്റ് റിലേറ്റഡ് ടെക്നോളജീസ്. സോ നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൽ വന്ന അടുത്തുള്ള ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു മാറ്റമാണ്, റീസെൻറ്റ് ഡെവലപ്മെൻ്റ് ആണ് ലീഗൽ സിസ്റ്റത്തിൽ വന്നേക്കുന്ന സൈബർ ലോസ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ഈ ഒരു സൈബർ വേൾഡിൽ എന്താണ് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനും സേവ് ചെയ്യാനും ഒക്കെ എന്താണ് പർട്ടിക്കുലർ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ പർട്ടിക്കുലർ റെഗുലേഷൻസും കാര്യങ്ങളും എന്താണ് ഈ സൈബർ ലോ കൊണ്ട് പോസിബിൾ ആണ്. ദെൻ ബോത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻ റിക്വയർ പ്രൊട്ടക്ഷൻ ഇൻ ദ സൈബർ സ്പേസ്. സോ ഇൻഡിവിജ്വൽസിനാണെങ്കിലും കൂട്ടായ്മയായിട്ടാണെങ്കിലും വ്യക്തികളായിട്ടാണെങ്കിലും എന്താണ് അവർക്ക് സംരക്ഷണം അത്യാവശ്യമാണ്. സോഷ്യൽ മീഡിയയിൽ മാനിപ്പുലേഷൻസും കാര്യങ്ങളും പിന്നെ ഹാക്കിങ്ങിൽ നിന്നെല്ലാം എന്താണ് പ്രൊട്ടക്ഷൻ അനിവാര്യമാണ്. സോ അതിനുള്ളൊരു ടേമാണ് നമ്മൾ സൈബർ ലോ എന്ന് പറയുന്നത്. അത്രയും എന്താണ് റിലവൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. അഥവാ എന്താണ് ലോ ഓഫ് ദ ഇൻ്റർനെറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. സൈബർ ലോ ഈസ് സംടൈംസ് റെഫർ ടു ആസ് ദ ലോ ഓഫ് ദ ഇൻ്റർനെറ്റ്. സോ പ്രത്യേകം എന്താണ് സൈബർ ക്രൈംസ്, സൈബർ സെക്യൂരിറ്റി ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ടേമാണ് സൈബർ ലോ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു കമ്പ്യൂട്ടർ വേൾഡിൽ എന്താണ് ഡിസഡ്വാൻറ്റേജസും കാര്യങ്ങളും ഉണ്ട്. സൈബർ സെക്യൂരിറ്റി എന്താണ് ഒരു ന്യൂനത തന്നെയാണ് കമ്പ്യൂട്ടറിൻ്റെ. കാര്യം മിക്കപ്പോഴും എന്താണ് ഈ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്ന എല്ലാവരും സുരക്ഷിതരല്ല. ഒരുപാട് തെഫ്റ്റും ഹാക്കിങ്സും എന്താണ് ഹൈജാക്കിങ്സും ഒക്കെ നടക്കുന്നുണ്ട്.
സോ ഇതെല്ലാം തടയാൻ വേണ്ടിയിട്ട് ഒരു സൈബർ സെക്യൂരിറ്റി പോളിസി അല്ലെങ്കിൽ ലോസ് എന്താണ് അത്യാവശ്യമാണ്. ഈ സൈബർ ക്രൈംസും കാര്യങ്ങളും തെഫ്റ്റും ഹാക്കിങ്ങും എല്ലാം തടയാൻ വേണ്ടിയിട്ടുള്ള ലോസ് തന്നെയാണ് സൈബർ ലോസ് എന്ന് പറയുന്നത്. സോ 2000 ഇയറിലാണ് എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് പാസ് ചെയ്യുന്നത്. സിമ്പിൾ ആണല്ലോ. സോ എന്നാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാസ് ചെയ്യുന്നത്? 2000 ഇയറിലാണ്, 2000 ആ ഒരു ആക്ട് പാസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ആൾസോ പ്രൊവൈഡ്സ് ലീഗൽ റെക്കഗ്നീഷൻ ഫോർ ട്രാൻസാക്ഷൻ കണ്ടക്റ്റഡ് വയ ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ഓഫ് ഡേറ്റ, ഇലക്ട്രോണിക് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രോണിക് കൊമേഴ്സ് ട്രാൻസാക്ഷൻ. സോ എന്ത് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ ആണെങ്കിലും ഡേറ്റ ട്രാൻസാക്ഷൻ ആണെങ്കിലും എന്താണ് ലീഗൽ റെക്കഗ്നീഷൻ. സോ ഇറ്റ്സ് നെസസറി ടു ഹാവ് ലീഗൽ റെക്കഗ്നീഷൻ ഫോർ ട്രാൻസാക്ഷൻസ്. അത് തന്നെയാണ് സിംപ്ലി 2000 നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാസ് ചെയ്ത ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് വ്യക്തികൾക്കാണെങ്കിലും ഓർഗനൈസേഷൻസിലാണെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈബർ ആക്രമണങ്ങൾ അഥവാ സൈബർ ക്രൈംസ് മെയിൻലി എത്ര ടൈപ്സ് ആണ്? മെയിൻലി 3 ടൈപ്സ് ഓഫ് സൈബർ ക്രൈംസ് ഉണ്ട്. എഗൻസ്റ്റ് പീപ്പിൾ, വ്യക്തികൾക്കെതിരായിട്ടുള്ളത്, ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളത്, ദെൻ എഗൻസ്റ്റ് പ്രോപ്പർട്ടി. സോ മെയിൻ ടൈപ്പ് ഓഫ് സൈബർ ക്രൈംസ് എന്താണ്? 3 എണ്ണമാണ്. എഗൻസ്റ്റ് പ്രോപ്പർട്ടി, പിന്നെ പീപ്പിൾ, ദെൻ ഗവൺമെൻറ്. സോ പീപ്പിൾ എന്താണ്? യൂഷ്വലി എന്താണ് നമ്മൾ ഓൺലൈൻ സ്പേസിൽ ജീവിക്കുമ്പം ഒരുപാട് ഹരാസ്മെൻറ്റ്, സ്റ്റോക്കിങ്, പിന്നെ ചൈൽഡ് പോണോഗ്രഫി, ഫോട്ടോമോർഫിങ്, സ്പൂഫിങ്, ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്, ഡെബിറ്റ് കാർഡ് ഫ്രോഡ്, ഇതെല്ലാം എന്താണ് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ക്രൈംസ് ആണ്. വ്യക്തികൾക്ക് എതിരായിട്ടുള്ള ക്രൈംസ് ആണ് ഹരാസ് ചെയ്യുന്നത്. പിന്നെ മാനിപ്പുലേഷൻസും കാര്യങ്ങളും ഇതെല്ലാം എന്താണ് മെയിനായിട്ടുള്ള സൈബർ ക്രൈംസ് ആണ്. മെയിനായിട്ട് എന്തൊക്കെയാണ്? സൈബർ ഹറാസ്മെൻറ്റ്, സ്റ്റോക്കിങ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചൈൽഡ് പോണോഗ്രഫി, സ്പൂഫിങ്, ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് ഫ്രോഡ്, ഫിഷിങ്, സൈബർ ബുള്ളിങ്, മാനിപ്പുലേഷൻ, ഇതെല്ലാം എന്താണ് ക്രൈംസ് അഗെൻസ്റ്റ് പീപ്പിൾ ആണ്. സോ അഗെൻസ്റ്റ് പ്രോപ്പർട്ടി എന്തൊക്കെയാണ്? ദർ ആർ ക്രൈംസ് ദാറ്റ് ഒക്കെ അഗെൻസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ഓർഗനൈസേഷൻ. സം എക്സാമ്പിൾസ് ഓഫ് സച്ച് ക്രൈംസ് ഇൻക്ലൂഡ് ഡോസ് അറ്റാക്സ്, വൈറസ് ട്രാൻസ്ഫോർമേഷൻ, ഹാക്കിങ്, കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ് ആൻഡ് വയലേഷൻ ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. സ്വത്തവകാശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ സാമ്പത്തികമായിട്ടുള്ള എന്താണ് ആവശ്യങ്ങൾ അപഹരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ക്രൈംസ് അഗെൻസ്റ്റ് പ്രോപ്പർട്ടി വരുന്നത്. നമ്മുടെ ഡേറ്റാസ്, നമ്മുടെ എന്താണ് ഡിജിറ്റൽ ഡേറ്റാസ്, ബാങ്കിങ് ഇൻഫർമേഷൻസ് കാര്യങ്ങളും എന്താണ് ഹാക്ക് ചെയ്യുക അല്ലെങ്കിൽ തെഫ്റ്റ് ചെയ്യുക എന്നുള്ളതും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ എഗെയിൻസ്റ്റ് ഗവൺമെൻറ് എന്താണ്? സോ എന്താണ് ഒരു രാജ്യത്ത് അല്ലെങ്കിൽ എന്താണ് ഒരു സംസ്ഥാനത്ത് എന്താണ് ഗവൺമെൻറ്റിനെതിരായിട്ട് സൈബർ ക്രൈംസ് ഉണ്ടാവാറുണ്ട്. സോ മെയിനായിട്ടും അതെന്താണ് സൈബർ ടെററിസം എന്നും പറയാം, അല്ലെങ്കിൽ എന്താണ് ഒരു യുദ്ധം പോലെ തന്നെ ഒരു സൈബർ യുദ്ധം എന്നും നമുക്ക് പറയാം. സോ സൈബർ വാർഫെയർ അല്ലെങ്കിൽ എന്താണ് സൈബർ ടെററിസം എന്ന് പറയാം. സോ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു തീവ്രവാദം, സൈബർ തീവ്രവാദത്തിൽ എന്താണ് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയും കാര്യങ്ങളും ആക്സസ് ചെയ്യുക, ടോർച്ചർ ചെയ്യുക, ഗവൺമെൻറ്റിനെ ടോർച്ചർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഈ ഒരു സൈബർ ഫോറൻസിക് എക്സ്പേർട്സും റിവീൽ ചെയ്തേക്കുന്ന വെളിപ്പെടുത്തിയ ഏറ്റവും വലിയ സത്യം എന്താണ്? ഈ ഒരു സൈബർ വർക്കേഴ്സ് ഉണ്ടല്ലോ, സൈബർ ക്രിമിനൽ വർക്ക് നടത്തുന്ന വർക്കേഴ്സ്, ഇവരെല്ലാം എന്താണ് ഒരു കൂട്ടായ്മയാണ്. അത്രയും എന്താണ് ഒന്നു ചേർന്നൊരു കൂട്ടായ്മയാണ്. പരസ്പരം തല്ലോ കാര്യങ്ങളോ പൊസിഷന് വേണ്ടി ക്ലാഷോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരത്രയും അവരെ നയതന്ത്രങ്ങളെല്ലാം ഉപയോഗിച്ച് അത്രയും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് എന്താണ് ഈ ഒരു ഹാക്കിങ്ങും കാര്യങ്ങളും തെഫ്റ്റും കാര്യങ്ങളും എല്ലാം നടത്തുന്നത്. സോ ഇതെന്താണ് ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിന് ഒരു ചാലഞ്ച് തന്നെയാണ്, ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഇതെല്ലാം എന്താണ് നേരിടുക എന്നുള്ളത്, ഈ ഒരു സൈബർ ക്രിമിനൽസിനെ നേരിടുക എന്നുള്ളത്. സോ ഇപ്പോൾ സൈബർ ക്രൈംസ് ആണെങ്കിലും ദിനംപ്രതി എന്താണ് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. സോ എന്തൊക്കെയാണ് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഈ ഒരു സൈബർ ലോസ് അല്ലെങ്കിൽ IT സെക്ടറിൽ സൈബർ ലോസിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റോൾ എന്ന് പറയുന്നത്? നമ്മുടെ ഇന്നത്തെ ഒരു ഇതിലെന്താണ് ഒരുപാട് വയലേഷൻസും കാര്യങ്ങളും ഓൺലൈനായിട്ടും ക്രിമിനൽ പ്രാക്ടീസസും കാര്യങ്ങളും ഒഫൻസസ്, സൈബർ ബുള്ളിങ് ഇതെല്ലാം നടക്കുന്നുണ്ട്. സോ നമ്മുടെ 20-ാം നൂറ്റാണ്ടില്ല അന്ത്യശതാബ്ദങ്ങളിൽ പോലും എന്താണ് നമ്മുടെ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം എന്താണ് ഒരുപാട് ഗ്രാജുവൽ ചേഞ്ചസ് ആണ് നമ്മുടെ ഗവൺമെൻറ്റിനെ ആണെങ്കിലും കൊമേഴ്സിനെ ആണെങ്കിലും അത്രയും ഗ്രോത്തും കാര്യങ്ങളും ബിസിനസ്സിലും എന്താണ് അത്രയും ഡെവലപ്മെൻറ്റ്സ് ആണ് വന്നേക്കുന്നത്. നമ്മുടെ അന്തർദേശീയ വ്യാപാരങ്ങളാണെങ്കിലും ഇടപാടുകളിലാണെങ്കിലും എന്താണ് ഒരുപാട് ട്രാൻസാക്ഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. സോ ഇതിനെല്ലാം എന്താണ് ഈ സൈബർ ലോസ് എന്താണ് ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഈ ഡോക്യുമെൻറ്റ്സ് കോപ്പീസ് ആണെങ്കിലും ഇൻ്റർനാഷണൽ ട്രേഡിലാണെങ്കിലും എന്താണ് ഒരുപാട് സോഫ്റ്റ് കോപ്പീസ് സൂക്ഷിക്കുന്ന പരിപാടികളും കാര്യങ്ങളും ഉണ്ട്. സോ ഇതിനെല്ലാം ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സൈബർ ലോസ് കൊണ്ടുവരുന്നുണ്ട്. കാര്യം അത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടേമാണ് ഈ ഒരു സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സോ അതിനുവേണ്ടിയും ഒരുപാട് സൈബർ ലോസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്താണ് ഈ IT ആക്ട് 2000 എന്താണ് എനാക്ട് ചെയ്തല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. സോ അത് ഒക്ടോബർ 17, 2000 നിലവിൽ വന്നത്. സോ എന്നാണ് IT ആക്ട് ശരിക്കും നിലവിൽ വരുന്നത്? നമ്മൾ 2000 ഒക്ടോബർ 17. സോ IT ആക്ട് എന്താണ് ബിക്കം എഫക്റ്റീവ് ഓൺ
October 17, 2000. സോ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് അഥവാ മോട്ടോ എന്താണ്? ടു പ്രൊവൈഡ് ലീഗൽ റെക്കഗ്നീഷൻ ഫോർ ട്രാൻസാക്ഷൻസ് ക്യാരിഡ് ഔട്ട് ബൈ മീൻസ് ഓഫ് ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് ആൻഡ് അതർ മീൻസ് ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ കോമൺലി റെഫർ ടു ആസ് ഇലക്ട്രോണിക് കൊമേഴ്സ്. സോ നമ്മുടെ എന്താണ് പേപ്പർ ബേസ്ഡ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ട് എന്താണ് ഡിജിറ്റൽ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വന്നപ്പം ഇലക്ട്രോണിക് ഫയലും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് എന്താണ് ഗവൺമെൻറ് ഏജൻസീസും കാര്യങ്ങളും നമ്മുടെ IPC സെക്ഷൻസ് ആണെങ്കിലും എന്താണ് വേറെ ആക്ട്സും കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ദ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്താണ് 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ദ ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട് 1891, റിസർവ് ബാങ്ക് ഓഫ് ആക്ട് 1934. സോ ഇതെല്ലാം എന്താണ് അത്തരത്തിലുള്ള ആക്ട്സും കാര്യങ്ങളുമാണ് നമ്മുടെ IPCയുടെ അണ്ടറിൽ വരുന്നത്. ദെൻ എന്താണ് ഈ ഒരു ആക്ട് എന്തൊക്കെ ഇഷ്യൂസാണ് ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ഇഷ്യൂസാണ് ഡീൽ ചെയ്യുന്നത്? ലീഗൽ റെക്കഗ്നീഷൻ ഓഫ് ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ്സ്, ലീഗൽ റെക്കഗ്നീഷൻ ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്, ഒഫൻസസ് ആൻഡ് വയലേഷൻസ്, ജസ്റ്റിസ് ഡിസ്പെൻഷൻ സിസ്റ്റം ഫോർ സൈബർ ക്രൈംസ്. ദ ഫസ്റ്റ് സൈബർ ലെജിസ്ലേഷൻ എന്താണ് നമ്മുടെ IT ആക്ട് 2000 ആണ്. സോ അത് ഒരുപാട് എന്താണ് വിവാദങ്ങൾ, റിവ്യൂസ്, കാര്യങ്ങൾ, ഫീഡ്ബാക്സ്, ക്രിറ്റിസിസം, ഒരുപാട് വിവാദങ്ങൾ, വിമർശനങ്ങളെല്ലാം നേരിട്ടിരുന്നു ഒരാദ്യത്തെ ആക്ട് എന്ന് പറയുന്നത്. സോ എന്താണ് ചില സെക്ഷൻസ് എന്താണ് ചില ചാർജസും കാര്യങ്ങളും എന്താണ് അത്രയും എന്താണ് ക്രിട്ടിസൈസ്ഡ് ആയി ഇതിന് ശേഷമാണ് പുതിയൊരു ഭേദഗതിയൊക്കെ വരുത്തിയിട്ട് പുതിയൊരു നിയമം കൊണ്ടുവരുന്നത് 2008. 2008 എന്താണ് കുറേ ഭേദഗതികളൊക്കെ കൊണ്ടുവന്നിട്ട് പുതിയൊരു ആക്ട് പാസ് ചെയ്യുവാണ്. ആ ഒരു പാർലമെൻറ്റിൽ എന്താണ് ഒരുപാട് ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് തർക്കങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വാഗ്വാദങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 2008 എന്താണ് പുതിയൊരു ആക്ട് പാസ് ചെയ്യുന്നുണ്ട്. അത് എഫക്റ്റീവ് ആവുന്ന എപ്പോഴാണ്? 27 ഒക്ടോബർ 2009, 27 ഒക്ടോബർ 2009 അത് നിലവിൽ വരുന്നത് അല്ലെങ്കിൽ എഫക്റ്റീവ് ആവുന്നത്. സോ ആ ഒരു IT ആക്ട് ഒരു മോഡിഫൈ ചെയ്ത ITAA 2008 ഇൻഫർമേഷൻ ടെക്നോളജി അമെൻഡ്മെൻറ്റ് ആക്ട് 2008 എന്താണ് ചില ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ITAA 2008 ഇൻഫർമേഷൻ ടെക്നോളജി അമെൻഡ്മെൻറ്റ് ആക്ട് 2008 പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രയോറിറ്റി ടു ഡേറ്റ പ്രൈവസി, ഫോക്കസ് ഓൺ ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ഡിഫൈനിങ് സൈബർ കഫേ, ഇൻക്ലൂഷൻ ഓഫ് സൈബർ ക്രൈം സച്ച് ആസ് ചൈൽഡ് പോർണോഗ്രഫി ആൻഡ് ചൈൽഡ് ടെററിസം, authorizing an inspector to investigate cyber offences as against the deputy superintendent of police earlier, recognizing the role of ICERT, Indian Computer Emergency Response Team. Then introduced section 66A which personalizes sending offensive messages. Then introduced section 69 which gave authorities the power to moderate any computer resources. So ഇത്രയും റോൾസ് ഇതിനുണ്ട്. അത് കൂടാതെ എന്താണ് 2 സെക്ഷനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. 66A എന്താണ് ഒഫൻസീവ് മെസ്സേജസ് അയക്കുന്ന ആൾക്കാർക്കെതിരെ. ദെൻ സെക്ഷൻ 69 കൊണ്ടുവന്നിട്ടുണ്ട്. സോ എന്താണ് അതോറിറ്റീസിന് പ്രത്യേകം പവർ കൊടുത്ത് കമ്പ്യൂട്ടേഴ്സിനെയും കാര്യങ്ങളും എന്താണ് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. സോ ഇത്രയാണ് നമ്മുടെ IT അമെൻഡ്മെൻറ്റ് ആക്റ്റിൽ വരുന്നത്. ഈ ഒരു ആക്റ്റിൽ മെയിനായിട്ടും എത്ര സെക്ഷൻസ് ഉണ്ട്? 94 സെക്ഷൻസ് ഉണ്ട്. ആൻഡ് എന്താണ് അതിനെ വീണ്ടും 13 ചാപ്റ്റേഴ്സായിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. അതിൻ്റെ 4 ഷെഡ്യൂൾസ് ഉണ്ട്. സോ ഇതെല്ലാം എന്താണ് ഇതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് നമ്മുടെ ടെക്സ്റ്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഇനി 1 വേർഡിന് എവിടെയെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ടാവും. ഇനി അടുത്ത എന്താണ് നമ്മുടെ സൈബർ മിസ്യൂസ് അല്ലെങ്കിൽ എന്താണ് സൈബർ അബ്യൂസസ് ടേംസ് ആണ്. ഇമെയിൽ സ്പൂഫിംഗ്, ഫിഷിംഗ്, സൈബർ സ്റ്റോക്കിംഗ്, സൈബർ ബുള്ളിങ്, വോയേഴ്സം, credit card skimming, cyber hacking, denial of service attack or DOS attack, then malware attack. ടെക്സ്റ്റിൽ മാവെയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്, മാവെയർ അല്ല മാൽവെയർ ആണ്. ദെൻ സ്പാമിങ്, ദെൻ സോഫ്റ്റ്വെയർ പൈറസി, ദെൻ എന്താണ് സലാമി സ്ലൈസിങ് അറ്റാക്ക്, ദെൻ എന്താണ് സൈബർ ടെററിസം. ഇതെല്ലാം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിസ്യൂസ് ആണ് അല്ലെങ്കിൽ എന്താണ് അബ്യൂസ് ആണ്, എന്താണ് നെഗറ്റീവ് യൂസേജ് ഓഫ് സൈബർ സ്പേസ് ആണ്. ഇമെയിൽ സ്പൂഫിങ് എന്താണ് മറ്റൊരാളാണെന്ന വ്യാജേന എന്താണ് ഏതെങ്കിലും ഫേക്ക് ആയിട്ടുള്ള ഐഡിയിൽ നിന്ന് നമുക്ക് മെയിൽസും കാര്യങ്ങളും അയക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്ക്സ് ആണെന്ന് തിരിധരിപ്പിച്ചുകൊണ്ട് മെയിൽസും കാര്യങ്ങളും അയക്കാം. ഫിഷിംഗ് എന്താണ് മറ്റൊരാളുടെ അത്രയും പേഴ്സണൽ ആയിട്ടുള്ള ബാങ്കിങ് ഡീറ്റെയിൽസും കാര്യങ്ങൾ, ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, നെറ്റ് ബാങ്കിങ് ഡീറ്റെയിൽസ് ഒക്കെ എന്താണ് ചോർത്തിയെടുക്കുക എന്നുള്ളതാണ് ഫിഷിങ്ങിൽ വരിക. സൈബർ സ്റ്റോക്കിംഗ് എന്താണ് നമ്മളെന്താണ് മറ്റൊരാൾ എന്താണ് ഹരാസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ എന്താണ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നതാണ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. സൈബർ ബുള്ളിങ് എന്താണ് നമ്മളെന്താണ് അതും നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിൽ എന്താണ് വ്യക്തികളെ എന്താണ് നമ്മൾ ചൂഷണം ചെയ്യുവാണ് സൈബർ വേൾഡിൽ. അത് തന്നെയാണ് സൈബർ ബുള്ളിങ് എന്ന്. വോയറിസം എന്താണ്
ഒരു വ്യക്തി മറ്റൊരാളുടെ അനുവാദവും കാര്യങ്ങളും ഇല്ലാതെ എന്താണ് പിക്ചേഴ്സും കാര്യങ്ങളും ഷെയർ ചെയ്യണം. ഒരു വ്യക്തിയുടെ പിക്ചേഴ്സ് എടുത്ത് മോർഫും ഒക്കെ ചെയ്തിട്ട് എന്താണ് സെക്ഷലി അതെന്താണ് ലൈംഗികത കൊണ്ടുവന്നിട്ട് അത് അത്രയും ഗ്രാറ്റിഫൈ ചെയ്തിട്ട് അത് ഷെയർ ചെയ്യുവാണ്. അത്രയും മോഡിഫിക്കേഷൻസും കാര്യങ്ങളും വന്നിട്ട് എന്താണ് ലൈംഗിക അധിക്ഷേപം നടത്തുകയാണ്. അല്ലെങ്കിൽ എന്താണ് ആ ഒരു ബേസിൽ അത് ചെയ്യുന്നതാണ് വോയറിസം എന്ന് പറയുന്നത്. ദെൻ ക്രെഡിറ്റ് കാർഡ് സ്കിമ്മിങ് എന്താണ് ഇല്ലീഗൽ ഡിവൈസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ മാഗ്നറ്റിക് സ്ട്രൈപ്പ് ഉണ്ടല്ലോ ATM കാർഡിൻ്റെ, അതിൽ നിന്നും എന്താണ് അല്ലെങ്കിൽ അഥവാ നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നേരിട്ട് എന്താണ് ഇൻഫോർമേഷൻസും കാര്യങ്ങളും ചോർത്തിയെടുക്കുകയാണ്, നമ്മളെ ബാങ്കിങ് ഡീറ്റെയിൽസും കാര്യങ്ങളും. സൈബർ ഹാക്കിംഗ് എന്താണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ സൈബർ ഡേറ്റയും കാര്യങ്ങളും നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഫയൽസ്, ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഫയൽസ് സിസ്റ്റംസ് എല്ലാം എന്താണ് കറപ്റ്റ് ചെയ്ത് വൈറസും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്തിട്ട് നമ്മുടെ ഡേറ്റാസും കാര്യങ്ങളും ചോർത്തിയെടുക്കുന്നത് തന്നെയാണ് സൈബർ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്താണ് ഒരു ഇൻറ്റൻഷണൽ സൈബർ അറ്റാക്കാണ്, കരുതിക്കൂട്ടിയുള്ള ഒരു അറ്റാക്കാണ്. നമ്മുടെ നെറ്റ്വർക്ക്സ്, വെബ്സൈറ്റ്, ഓൺലൈൻ സോഴ്സസ് വഴി എന്താണ് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള യൂസേഴ്സിൻ്റെ IDസും കാര്യങ്ങളും എന്താണ് ആക്സസ് ചെയ്തെടുക്കുന്ന ഒരു വേ ഓഫ് അറ്റാക്കാണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. എന്താണ് മാൽവെയർ അറ്റാക്സ് എന്ന് പറയുന്നത്? അതും ഒരു ടൈപ്പ് ഓഫ് സൈബർ അറ്റാക്സ് ആണ്. എന്താണ് മാൽവെയർ അല്ലെങ്കിൽ മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ആ ഒരു അറ്റാക്സ്. എന്താണ് അവർ ഉദ്ദേശിക്കുന്ന അവരാരെയാണോ ഉന്നം വെച്ചേക്കുന്നത് അവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റം കാര്യങ്ങൾ എന്താണ് കംപ്ലീറ്റ്ലി അറ്റാക്ക് ചെയ്യുവാണ്. കമ്പ്യൂട്ടർ സിസ്റ്റംസ് എന്താണ് കംപ്ലീറ്റ്ലി അറ്റാക്ക് ചെയ്യുവാണ് ഒരു മാൽവെയർ അറ്റാക്ക്. ദെൻ സ്പാമിങ് എന്താണ് ഈ പറഞ്ഞ പോലെ ബൾക്കായിട്ട് അനാവശ്യമായിട്ട് എന്താണ് ഇലക്ട്രോണിക്കായിട്ട് നമുക്ക് തന്നെ ഒരുപാട് സ്പാം മെസ്സേജസ് വരാറുണ്ട്, മെയിൽ വരാറുണ്ട്, സ്പാം കോൾസ് വരെ വരാറുണ്ട്. സോ എന്താണ് സ്പാമിങ് എന്ന് പറയുമ്പോൾ അത്രയും അൺവാണ്ട് ആയിട്ടുള്ള ബൾക്ക് മെസ്സേജസ് ഒരു വ്യത്യാസമില്ലാതെ വേർതിരിവുമില്ലാതെ ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ സൈബർ സ്പേസിൽ അത്രയും ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്താണ് അൺവാണ്ടഡ് മെസ്സേജസ് അയക്കുന്നതാണ്. എന്താണ് സോഫ്റ്റ്വെയർ പൈറസി? അതും ഇതുപോലെ തന്നെ അനധികൃതമായിട്ട് എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസും കാര്യങ്ങളും വെച്ചിട്ട് അറ്റാക്കും കാര്യങ്ങളും നടത്തുവാണ്. നമ്മുടെ അത്രയും ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ടുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളും പ്രൈവറ്റ് ഡേറ്റയും കാര്യങ്ങളും എന്താണ് അറ്റാക്ക് ചെയ്യുവാണ് സോഫ്റ്റ്വെയർ പൈറസി വഴി. ഇതിനെന്താണ് സലാമി സ്ലൈസിങ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ സൈബർ ക്രിമിനൽസ് ഉണ്ടല്ലോ പണം മോഷ്ടിക്കാനും പണം അപഹരിച്ചെടുക്കാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഒരു കൂട്ടായ്മയായിട്ടോ വ്യക്തിഗതമായിട്ടോ പണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്രിമിനൽസ് നടത്തുന്ന അറ്റാക്കാണ് സലാമി സ്ലൈസിങ് അറ്റാക്ക് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ പ്രത്യേകത എന്താണ് സലാമി സ്ലൈസിങ് അറ്റാക്കിൻ്റെ? ഇതൊരു ചെറിയ തോതിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളാണ്. കാരണം ചെറിയ തോതിലായിരിക്കും പണം മോഷ്ടിക്കുന്നത്, പക്ഷെ അത് നിരവധി തവണ ചെറിയ തോതിൽ പണങ്ങൾ മോഷ്ടിക്കുന്നുണ്ട്. സോ അത് വലിയ രീതിയിൽ ആഘാതം വരുത്തുന്ന ഒരു അറ്റാക്കിങ് തന്നെയാണ് സലാമി സ്ലൈസിങ് അറ്റാക്ക് എന്ന് പറയുന്നത്. മിക്കവാറും ഒരു രൂപയിൽ വരെ താഴെയുള്ള എമൗണ്ട് ആയിരിക്കും തട്ടിയെടുക്കുന്നത്. അത്രയും ചെറിയ തോതിലായിരിക്കും പലതുള്ളി പെരുവെള്ളം പോലെ ഇവർ ആ ഒരു രീതിയിൽ അറ്റാക്ക് നടത്തുന്ന ആൾക്കാരാണ് ഈ ഒരു സലാമി സ്ലൈസിങ് അറ്റാക്കേഴ്സ് എന്ന് പറയുന്നത്. ദെൻ സൈബർ തീവ്രവാദം അഥവാ സൈബർ ടെററിസം എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കലി ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് നടത്തുന്ന സൈബർ അറ്റാക്സ് ആണ് മെയിനായിട്ട് സൈബർ ടെററിസം വരുന്നത്. ഈ കമ്പ്യൂട്ടേഴ്സിൻ്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും യൂസ് കൊണ്ട് സമൂഹത്തിൽ എത്ര ഭീതി പരത്തുന്ന രീതിയിൽ ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു സ്റ്റേറ്റിൽ നടക്കുന്ന അറ്റാക്കാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്. So we have mainly discussed about the specialities of social media and the authenticity of new media and the possibility of linguistic errors and different kinds of cyber laws and the 3 types of cyber crimes and the cyber laws in IT sector and the misuse of cyber space. So ഇത് ഇത്രയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ അനലൈസ് ചെയ്തത്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈബർ ക്രൈംസ്, പിന്നെ നമ്മുടെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സൈബർ സ്പേസ്. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാര്യം മിസ്യൂസ് ഓഫ് സൈബർ സ്പേസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സൈബർ അറ്റാക്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സൈബർ സ്പേസിൽ നേരിടുന്ന അബ്യൂസും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഡിസഡ്വാൻറ്റേജസ്, അഡ്വാൻറ്റേജസ്, സ്പെക്കുലാരിറ്റീസ് ഇതെല്ലാം മേർജ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ച് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള 5 മാർക്സ് അല്ലെങ്കിൽ essay ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ യൂണിറ്റ് റിവിഷൻ കഴിഞ്ഞിട്ട് അതെല്ലാം ഒന്ന് സെൽഫ് ആൻസർ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.